ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पति गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदिव्यस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। हरे कृष्ण हरि ओम तत्सत। എല്ലാവർക്കും ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വായിക്കാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല 3-ാമത്തെ അധ്യായം 92-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. आचार्य घोषानी प्रभुर भक्तावताराम कृष्णावतारा हेतु यंहर हुंकाराम। आचार्य घोषानी प्रभुर भक्तावतारा कृष्णावतारा हेतु यंहर हुंकारा। हरे कृष्णा टू डिवोटीज। आचार्य गोस्वामी प्रभुर भक्तावतार कृष्णावतार हेतु यंहर हुंकारा। हरि बोल। हरे कृष्ण। आचार्य गोस्वामी प्रभुर भक्त अवतार कृष्ण अवतार हेतु यंहर हुंकार। വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. അദ്വൈത ആചാര്യ ഗോസ്വാമി ഭഗവാന്റെ ഭക്തരൂപത്തിലുള്ള അവതാരമാണ്. അവിടുത്തെ ഉച്ചത്തിലുള്ള വിളിയാണ് കൃഷ്ണന്റെ ശ്രീ ചൈതന്യ അവതാരത്തിന് കാരണം. ഹരേ കൃഷ്ണ. हरि बोल. Advaita Acharya Goswami is an incarnation of the Lord as a devotee. His loud calling was a cause for Krishna's incarnation. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ വരാനുള്ള കാരണം, ആദ്യത്തെ കാരണം എന്താണ്? അദ്വൈത ആചാര്യ അദ്ദേഹത്തിന്റെ ലൗഡ് കോളിംഗ്, ഹൂങ്കാരം. അപ്പൊ അദ്ദേഹം ശാലിഗ്രാമിനെയും ഗംഗാ ജലം കൊണ്ടും തുളസി മഞ്ജരിയും കൊണ്ടും ആരാധിച്ചതിന്റെ ഫലമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ ധരാത്തലിലേക്ക്, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പൊ അന്ന് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ചൈതന്യ മഹാപ്രഭു വന്ന ശേഷമാണ് നമുക്ക് ശരിക്കും ആ കലികാലത്തിലെ നാമസങ്കീർത്തന യജ്ഞം കിട്ടിയത്. അപ്പൊ അതിനു മുമ്പ് ഒരുപാട് അപസമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ അപസമ്പ്രദായങ്ങളൊക്കെ മാറ്റിയിട്ട് ശരിക്കുള്ള സമ്പ്രദായം, ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തനത്തിന്റെ ആ ശരിക്കുള്ള സമ്പ്രദായം തരാൻ വേണ്ടിയിട്ടാണ് അദ്വൈതാചാര്യ. കാരണം അദ്വൈതാചാര്യക്ക് വളരെ വിഷമം തോന്നി. എല്ലാവരും ആ ശരിക്കുള്ള പ്രോസസ്സിന് ഡീവിയേറ്റ് ചെയ്യായിരുന്നു, അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്
ചൈതന്യ മഹാപ്രഭുവിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്വൈതാചാര്യ പ്രാർത്ഥിച്ചത്. കാണിച്ച കളികാലത്തിന് എന്താണ് നാമസങ്കീർത്തനം അല്ലെ? പല അപസമ്പ്രദായങ്ങളും അന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം ഇല്ലാതേക്ക് ശരിക്കുള്ള കളികാലത്തിൽ നാമസങ്കീർത്തനം തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ആ അദ്വൈതാചാര്യരാണ് ഭഗവാൻ തന്നെ ഇൻകാർണേഷൻ, ഭഗവാന്റെ ഇൻകാർണേഷനാണ്. 93 കൃഷ്ണായാദി പൃഥ്വീതേ കരേണാവതാരാം പ്രഥമേ കരേണ ഗുരു വർഗേര സഞ്ചാരാം. കൃഷ്ണായാദി പൃഥ്വീതേ കരേണാവതാരാം പ്രഥമേ കരേണ ഗുരു വർഗേര സഞ്ചാരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 93. കൃഷ്ണയതി പ്രതിവിധേ കരേണ അവതാര പ്രഥമേ കരേണ ഗുരു വർഗേര സഞ്ചാരാം. വിവർത്തനം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണയതി പ്രതിവിധേ കരേണ അവതാര പ്രഥമേ കരേണ ഗുരു വർഗേര സഞ്ചാരം. വിവർത്തനം ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണൻ എപ്പോഴെല്ലാം ഭൂമിയിൽ അവതരിക്കുന്നുവോ അപ്പോഴെല്ലാം ആദ്യമേ തന്നെ തന്റെ ആദരണീയരായ മുൻഗാമികളുടെ അവതാരങ്ങൾ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. Very good. Whenever Sri Krishna decides to manifest his incarnation on earth, first he creates the incarnations of his respectable predecessors. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ അവതരിക്കുന്നതിന് മുമ്പേ അതിനുള്ള ഒരുക്കുമാനങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും. അപ്പൊ തൻ്റെ ആവിർഭാവത്തിന് മുമ്പേ അച്ഛനമ്മമാര്, അസോസിയേറ്റ്സ് ഇവരൊക്കെ ആദ്യം അവതരിക്കാൻ വേണ്ടി പറയും. അതിൽ സ്വന്തം എൻറ്റൂറേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡെമിഗോഡ്സും വരും ചിലപ്പം ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി. അവരോടൊക്കെ ആദ്യം കൂട്ടി പറയും, നിങ്ങളെല്ലാം ഇന്ന സ്ഥലത്ത് ഇന്ന റോഡിൽ ഇവിടെ ജനിക്കണം. വെനെവർ ശ്രീകൃഷ്ണ ഡിസൈഡ്സ് ടു മാനിഫെസ്റ്റ് ഹിസ് ഇൻകാർണേഷൻ ഓൺ എർത്ത്, ഫസ്റ്റ് അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് he creates the incarnations of his respectable predecessor. ഈവൻ ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നതിന് മുമ്പേ ബലറാം വന്നു അല്ലേ? ബലറാം ആദിശേഷൻ, ബലറാം എല്ലാം സെറ്റാക്കി കൊടുത്തു. എന്നിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നത്. അപ്പോൾ അത് എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ ഹീറോ വരും. അതേപോലെയാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ. പിതാമാത ഗുരു ആദി യഥാ മാന്യഗണ പ്രഥമേ കരേണ സഭാര പൃഥ്വിതേ ജനമ. പിതാമാത ഗുരു ആദി യഥാ മാന്യഗണ പ്രഥമേ കരേണ സഭാര പൃഥ്വിതേ ജനമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിതാമാതാ ഗുരു ആദി യഥാ മാന്യഗണ പ്രഥമേ കരേണ സഭാര പൃഥ്വിതേ ജനമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 94. പിതാമാതാ ഗുരു ആദി യഥാ മാന്യഗണ പ്രഥമേ കരേണ സഭാര പൃഥ്വിതേ ജനമാം. വിവർത്തനം ബൈ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം അവിടുത്തെ പിതാവ്, മാതാവ്, ഗുരു ആദിയായവർ ആദ്യം ഭൂമിയിൽ ജന്മമെടുക്കുന്നു. ഹരേ കൃഷ്ണ. Haribol. Thus, respectable personalities such as his father, mother, and spiritual master all take birth on the earth first. അപ്പോൾ ഭൂമിയിലെ ഭഗവാൻ വരുന്നതിന് മുമ്പേ മാതാപിതാക്കളും ഗുരുവും എല്ലാം ആദ്യം തന്നെ വരും. ഭഗവാന്റെ ആ ആവിർഭാവത്തിനെ കാത്തു. 95. മാധവ ഈശ്വര പുരി സച്ചി ജഗന്നാഥ അദ്വൈത ആചാര്യ പ്രകട ഹൈലേശേ സാഥ. മാധവ ഈശ്വര പുരി സച്ചി ജഗന്നാഥ അദ്വൈത ആചാര്യ പ്രകട ഹൈലേശേ സാഥ. ഇപ്പോൾ ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാ. മാധ്വ ഈശ്വരപുരി സജി ജഗന്നാഥ അദ്വൈത ആചാര്യ പ്രകട ഹൈലസയി സാധ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധ്വ ഈശ്വരപുരി സജി ജഗന്നാഥ അദ്വൈത ആചാര്യ പ്രകട ഹൈലാസേ സാദ. വിവർത്തനം ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്.
മാധവേന്ദ്രപുരി, ഈശ്വരപുരി, ശ്രീമതി ശജി മാതാവ്, ശ്രീല ജഗന്നാഥ മിശ്ര ഇവരെല്ലാം അദ്വൈത ആചാര്യനോടൊപ്പം പ്രത്യക്ഷരായി. ഹരേ കൃഷ്ണ. Very good. Madhavendra Ishwarapuri, Srimati Sachimata, and Sri Jagannath Mishra all appeared with Sri Advaita Acharya. അപ്പോൾ മാധവേന്ദ്രപുരി നമുക്കറിയാം ആരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ പരം ഗുരു അല്ലേ? ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരുവാണ് ഈശ്വരപുരി, ഈശ്വരപുരിയുടെ ഗുരുവാണ് മാധവേന്ദ്രപുരി. ഈശ്വരപുരി ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു, ദീക്ഷാഗുരു. ശ്രീമതി സച്ചിമാത അമ്മ, ശ്രീ ജഗന്നാഥ് മിശ്ര അച്ഛൻ, എല്ലാവരും അദ്വൈതാചാര്യനും എല്ലാം ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുമ്പേ അവതരിച്ചു. Whenever the Supreme Personality of Godhead descends in his human form, he sends ahead all his devotees who act as his father, teacher, and associates in many roles. Such personalities appear before the descent of the Supreme Personality of Godhead. കൃഷ്ണന്റെ അവതാരത്തിന് മുമ്പ് ബ്രഹ്മാവ് ചെന്നിട്ട് ക്ഷീരസാഗരത്തിൽ ചെന്നിട്ട് അവിടെ അഭ്യർത്ഥിച്ചു പുരുഷ സൂക്തം ചൊല്ലിയിട്ട് അല്ലെ. ഭൂമിദേവി പശുവിന്റെ ആ ഒരു രൂപത്തിലും ബ്രഹ്മാവും മറ്റു ദേവതമാരും എല്ലാവരും അവിടെ ക്ഷീരസാഗരത്തിൽ ചെന്ന് അഭ്യർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ കേട്ടു അശരീരി ബ്രഹ്മാവിനോട് പറഞ്ഞു, എല്ലാ ദേവതമാരും എൻ്റെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന റോളില് അഭിനയിക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് അവതരിക്കണം, ജനിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നീടാണ് ഭഗവാൻ വന്നത്. അതേപോലെ തന്നെ ഇതും ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണ ഭഗവാൻ മനുഷ്യരൂപത്തിൽ ഭക്തനായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഗുരുവും പരം ഗുരുവും അദ്വൈതാചാര്യ ഇൻകാർണേഷനും എല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂടി അവതരിച്ചു. സോ before the appearance of Lord Sri Krishna Chaitanya Mahaprabhu, there appeared his devotees like Sri Madhavendra Puri, his spiritual master Sri Ishwarapuri, his mother Srimati Sachi Devi, his father Sri Jagannath Mishra, and Sri Advaita Acharya. Prakatiya Deke Acharya Sakala Samsara Krishna Bhakti Gandhahina Vishaya Vyavahara Prakatiya Deke Acharya Sakala Samsara Krishna Bhakti Gandhahina Vishaya Vyavahara. Hare Krishna. Hare Krishna. Prakatiya Deke Acharya Sakala Samsara Krishna Bhakti Gandhahina Vishaya Vyavahara. Hare Krishna. Hare Krishna. ഹരേ കൃഷ്ണ. ശ്ലോകം 96. പ്രകടീയ ദേഖേ ആചാര്യ സകല സംസാര കൃഷ്ണ ഭക്തി ഗന്ധഹീന വിഷയ വ്യവഹാര. വിവർത്തനം ബൈ എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. ഈ ലോകത്തിൽ അവതരിച്ച അദ്വൈതാചാര്യൻ ജനങ്ങൾ ഭൗതിക വ്യവഹാരങ്ങളിൽ മുഴുകിയിരിക്കുന്നതിനാൽ ലോകത്ത് കൃഷ്ണഭക്തിയുടെ അടയാളം പോലും ഇല്ലാത്തതായി കണ്ടു. ഹരേ കൃഷ്ണ. Very good. Advaita Acharya having appeared, he found the world devoid of devoted service to Sri Krishna because people were engrossed in material affairs. Advaita Acharya വന്ന ശേഷം അദ്ദേഹം മനസ്സിലാക്കി ഇവിടെ ആർക്കും കൃഷ്ണഭക്തി ഇല്ല, ഭഗവാനുള്ള കൃഷ്ണഭക്തി. എല്ലാവരും എന്തിലാണ് മുഴുകിയിരിക്കുന്നത്? ഭൗതിക ഇന്ദ്രിയ ഭോഗത്തിൽ. എല്ലാവർക്കും താല്പര്യം എന്തായിരുന്നു? ഭൗതിക സുഖം, ഇന്ദ്രിയ ഭോഗത്തിൽ അതായിരുന്നു. അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. കേഹ പാപേ കേഹ പുണ്യ കരേ വിഷയ ഭോഗ ഭക്തി ഗന്ധ നാഹി യാതയായ ഭാവരോഗ. കേഹ പാപേ കേഹ പുണ്യേ കരേ വിഷയ ഭോഗ ഭക്തി ഗന്ധ നാഹി യാതയായ ഭാവരോഗ. ഹരേ കൃഷ്ണ. ചൊല്ലിപ്പറഞ്ഞു. केह पावे केह पुण्ये करे विषय भोग भक्ति गंध नाही आले आय भवरोगा. हरे कृष्ण. കേഹ പാപേ കേഹ പുണ്യേ കരേ വിഷയ ഭോഗ ഭക്തി ഗന്ധ നഹി യാതയായ ഭവരോഗ. വിവർത്തനം ശ്രീ എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ചിലർ പാപം ചെയ്തും മറ്റു ചിലർ പുണ്യം ചെയ്തും എല്ലാവരും വിഷയസുഖങ്ങളിൽ മുഴുകിയിരുന്നു. ജനന മരണങ്ങളുടെ ആവർത്തന ചക്രത്തിൽ നിന്ന് പരിപൂർണ മോചനം നൽകുന്ന ഭഗവത് ഭക്തിയിൽ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്.
Everyone was engaged in material enjoyment, whether sinfully or virtuously. No one was interested in the transcendental service of the Lord, which can give total relief from the repetition of birth and death. എല്ലാവരും ഭൗതിക സുഖത്തിലായിരുന്നു. ഭൗതിക സുഖം രണ്ട് തരത്തിലും, പാപങ്ങൾ ചെയ്തിട്ടും പുണ്യം ചെയ്തിട്ടും അവർക്ക്, പാപം ചെയ്താലും ചില ആൾക്കാർക്ക് വേണം ഭൗതിക തലത്തിലുള്ള ഒരു ആനന്ദം, അല്ലേ? പാപം ചെയ്ത ആനന്ദം എങ്ങനെ കിട്ടുക വെച്ചാൽ പാപത്തിലും ആനന്ദിക്കുന്ന ആൾക്കാരുണ്ട്. മൃഗാരി എന്താണ് ചെയ്തിരുന്നത്? മൃഗത്തെ പകുതി കൊന്നിട്ടായിരുന്നു ആനന്ദിച്ചിരുന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട്. പാപം ചെയ്യുന്ന അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ ജീവകാരുണ്യം പ്രവർത്തനം ചെയ്തിട്ട് അങ്ങനെ ആനന്ദം കണ്ടെത്തുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്നു. പക്ഷെ അത് ഭക്തിയുത സേവനമല്ല. വർക്ക് ഈസ് വേർഷിപ്പ്. അത് ഭക്തിയുത സേവനമല്ല. അത് പൊതുവെ ഏത് ജോലി ചെയ്യുന്നോ അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റും അതൊരു ആരാധനയായിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമാണ് ശരിക്കും ഭക്തി സേവനം. അപ്പോൾ പാപം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഫോർബിഡൻ ആക്ടിവിറ്റീസ് ആണ്, അല്ലെ? ചെയ്യാൻ പാടില്ലാത്ത കർമ്മം. പിന്നെ മെറ്റീരിയൽ പൈറ്റി ഉണ്ട്. മെറ്റീരിയൽ പൈറ്റി ഭൗതിക തലത്തിലുള്ള പുണ്യം. സ്പിരിച്വൽ പൈറ്റി വേറെയുണ്ട്. ഭൗതിക തലത്തിലുള്ള പുണ്യം നമുക്ക് വീണ്ടും ജന്മം തരുമ്പോൾ അത് നമുക്ക് നല്ലൊരു ഇന്ദ്രിയ ഭോഗത്തിന് ഒരു അവസരം വീണ്ടും തരും, വീണ്ടും ജനിക്കേണ്ടി വരും. പക്ഷെ സ്പിരിച്വൽ പൈറ്റി അങ്ങനെയല്ല. സ്പിരിച്വൽ പൈറ്റിയിൽ നമുക്ക് പ്രോഗ്രസ് കിട്ടും ഭക്തിയിൽ. എന്നിട്ട് പെർഫെക്ഷൻ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റും. ഭഗവാന്റെ ഭക്തനായിട്ട് ഭഗവാനെ സേവിച്ചിട്ടുള്ള ആ ഒരു തലത്തിലേക്ക് സേവിക്കാൻ അവസരം കിട്ടും. ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്ത്. മറ്റേ പൈറ്റി അത് നമ്മൾ ആസ്വദിക്കും തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. സ്പിരിച്വൽ പൈറ്റി കുറയില്ല, അല്ലേ? നമ്മൾ പറയുന്നില്ലേ, ക്ഷീണേ മർത്യലോകം വിശന്തി. നമ്മൾ എത്ര കൂടുതൽ പൈറ്റി, അതായത് പുണ്യം, ഭൗതിക ലോകത്തിലെ പുണ്യം, മെറ്റീരിയൽ പൈറ്റി എത്ര നമ്മൾ സമ്പാദിച്ചാലും നമ്മൾ അതിനനുസരിച്ചിട്ട് ഉപരി ലോകത്തിൽ പോയിട്ട് അത് ആസ്വദിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വരും. സ്പിരിച്വൽ പൈറ്റി ഒരിക്കലും നശിക്കില്ല. എന്താണ് ഭഗവത്ഗീതയിലെ ശ്ലോകം? സ്പിരിച്വൽ പൈറ്റി ഒരിക്കലും കുറയില്ല. എന്താണ് ശ്ലോകം? വിക്രമനാശസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. വിക്രമനാശസ്തി ഒരിക്കലും നശിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭൗതിക ലോകത്തിലെ കണക്ക് പോലെയല്ല ആധ്യാത്മിക ലോകത്തിലെ കണക്ക്. 1 + 1 = 1, 1 - 1 = 1. അതാണ് ആധ്യാത്മിക ലോകത്തിൽ. ഭൗതിക ലോകത്തിൽ അങ്ങനെയല്ല. 1000 രൂപ എൻ്റെ ഉണ്ട്. ഇപ്പോൾ 100 രൂപ ചിലവാക്കിയ പിന്നെ 900 ആയി, 100 രൂപ എടുത്ത 800 ആയി, അങ്ങനെ കുറഞ്ഞു വരും. ഈവൻ മിസ്റ്റിക് പവർ, യോഗസിദ്ധി, ഭൗതിക തലത്തെ യോഗസിദ്ധി, അത് ഉപയോഗിക്കും തോറും അത് കുറഞ്ഞു വരും. ആധ്യാത്മികമായിട്ടുള്ള ആ തലത്തിലുള്ള ആ പൈറ്റി, സ്പിരിച്വൽ പൈറ്റി ഒരിക്കലും നശിക്കില്ല. അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എവിടെ എത്ര നമ്മൾ സമ്പാദിച്ചു അവിടുന്ന് അങ്ങോട്ടും മീതയ്ക്ക് അത് കൂടി പോകും. ഇതാണ് വ്യത്യാസം. So Advaitacharya saw the entire world to be engaged in activities of material piety and impiety. ഉണ്ടോ? സ്പെസിഫിക്കലി പറയുന്നത് മെറ്റീരിയൽ പൈറ്റിയാണ്. എല്ലാവരും എന്താണ് മെറ്റീരിയൽ പൈറ്റി, ഭൗതിക ലോകത്തിലുള്ള ഭൗതിക ആസ്വാദനം, ആ പുണ്യം. ആൻഡ് ഇംപൈറ്റി, സിൻഫുൾ ആക്ടിവിറ്റീസ് വിതൗട്ട് എ ട്രേസ് ഓഫ് ഡിവോഷൻ സർവീസ് ഓർ കൃഷ്ണ കോൺഷ്യസ്നസ് എനിവർ. എവിടെയും കൃഷ്ണനോടുള്ള ഭക്തി, കൃഷ്ണനോടുള്ള ആരാധന, അതായത് നിസ്വാർത്ഥമായിട്ടുള്ള ആ പ്രേമഭക്തി ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മെറ്റീരിയൽ പൈറ്റി അല്ലെങ്കിൽ ഇംപൈറ്റി. The fact is that in this material world there is no scarcity of anything except Krishna. പ്രഭുപാദ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്നില്ലേ? ഇവിടെ ഒന്നിനും ഒരു കുറവില്ല. എന്തിനാ കുറവുള്ളൂ? കൃഷ്ണാവബോധത്തിന്, കൃഷ്ണ കോൺഷ്യസ്നസ്. ബാക്കിയെല്ലാം ഇൻ അബൻഡൻസ്. ഓക്കെ, നമ്മൾ എങ്ങനെയും ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കും. എല്ലാത്തിനും നമുക്ക് കിട്ടും. ഒന്നിനും ഒരു സ്കേഴ്സിറ്റി ഇല്ല. എന്താണ് സ്കേഴ്സിറ്റി? വിരളമായിട്ടുള്ളത് Krishna consciousness. Material necessities are supplied by the mercy of the Supreme Lord. We sometimes feel scarcity
because of mismanagement. But the real problem is that people are out of touch with Krishna consciousness. അപ്പൊ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ എല്ലാം ഭഗവാൻ തരുന്നുണ്ട് അല്ലെ. എല്ലാം നമുക്ക് വെള്ളം, വായു, വെളിച്ചം, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, മിനറൽസ്, ഇതെല്ലാം തരുന്നത് ഇൻ അബണ്ടന്റ്. പക്ഷെ എങ്കിലും ചില സമയത്ത് നമുക്ക് ചിലതിൻ്റെ സ്കാഴ്സിറ്റി അനുഭവപ്പെടാം. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് റൊട്ടി കപ്പട മക്കാൻ ഇല്ല. ചില ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഒരു വീടല്ല 2, 3, 4 വീടുള്ള ആൾക്കാരുണ്ടാവും. എസ്റ്റേറ്റ്, പ്രോപ്പർട്ടി, കാറ്, ബംഗ്ലാവ്, അങ്ങനെ. പക്ഷെ ആൾക്കാർക്ക് റൊട്ടി കപ്പട മക്കാൻ കൂടി ഇല്ല. വീടില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. എന്തുകൊണ്ടാണ് അവിടെ സ്കേഴ്സിറ്റി? ഇത്രയും അബൻഡൻസ് ആയിട്ടുണ്ടായാലും ഉള്ള ആൾക്കാർ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടക്കുന്നില്ല. ഒരു നല്ലൊരു രാജഭരണം ഇവിടെ ഇല്ല. ഇവിടെ ഇന്നുള്ള അധികാരികളെല്ലാം, രാജാക്കന്മാരെല്ലാം അവരുടെ പോക്കറ്റ് നിറയ്ക്കണമെന്നുള്ളൂ. പ്രജയുടെ ആ ഒരു എന്താണ് ആവശ്യം അത് നിറവേറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്കേഴ്സിറ്റി, മിസ്മാനേജ്മെന്റ്, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ സ്കേഴ്സിറ്റി. അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് ഇൻ അബണ്ടൻസ്. എല്ലാം ഭഗവാൻ ഇഷ്ടം പോലെ വാരിക്കോരി തന്നിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നില്ല. ഉള്ളവർ വീണ്ടും വീണ്ടും അമാസ് ചെയ്തിരിക്കുന്നു, ഇല്ലാത്തവർക്കൊന്നുമില്ല. ആ ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല രാജ്യഭരണമാണെങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ, പരീക്ഷിത് മഹാരാജാവിൻ്റെ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് കാണുന്നില്ല. സോ എവ്രി വൺ ഇസ് എൻഗേജ് ഇൻ മെറ്റീരിയൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ബട്ട് പീപ്പിൾ ഹാവ് നോ പ്ലാൻ ഫോർ മേക്കിംഗ് എൻ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ടു ദ റിയൽ പ്രോബ്ലംസ്, നെയിംലി ബർത്ത്, ഡിസീസ്, ഓൾഡ് ഏജ് ഉണ്ട്. അപ്പം നമ്മുടെ റിയൽ പ്രോബ്ലം എന്താണ്? ജന്മ, മൃത്യു, ജരാവ്യാധി. ഇതിന് നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നില്ല. ഇതിനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ അത് നിർത്താതെ ടെമ്പററി അറേഞ്ച്മെന്റ്, ടെമ്പററി റിലീഫിന്റെ പിന്നാലെയാണ് പോകുന്നത്. ഒരു തലവേദന വന്നാൽ ഉടനെ എന്തെങ്കിലും പാരസെറ്റമോൾ കഴിക്കും. അതിന്റെ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ തലവേദന വന്നത്? ഒരു ഫിസിഷ്യനെ കണ്ട് അതിന്റെ റൂട്ട് കോസ് കണ്ടിട്ട് അതിനെ പെർമനന്റ് ആയിട്ട് ഇല്ലാതാക്കാനല്ല ശ്രമിക്കുന്നത്. നമ്മൾ ഫിസിഷ്യനെ കാണുന്നില്ല, ശരിക്കുള്ള മെഡിസിൻ നമ്മൾ കഴിക്കുന്നില്ല, താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു രോഗശമനി. അപ്പം അതുകൊണ്ട് കാര്യം നടക്കില്ല. അപ്പം നമ്മുടെ റൂട്ട് കോസ് എന്താണ്? പ്രോബ്ലംസിൻ്റെ, നമ്മളുടെ ക്ലേശങ്ങളുടെ റൂട്ട് കോസ് എന്താണ്? ഈ ജനന മരണ ചക്രം, ബർത്ത്, ഡിസീസ്, ഓൾഡ് ഏജ്, ഡെത്ത്. ഇതിന്ന് നമുക്ക് മുക്തി കിട്ടണം. അപ്പോൾ എറ്റേണലായിട്ടുള്ള നമ്മുടെ ആ സ്വരൂപം കിട്ടി ഭഗവത് ധാമിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് പല യുഗങ്ങളിലും പല പ്രോസസ്സാണ്. ഈ കലിയുഗത്തിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും സരളമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നമുക്കറിയാം. അതിൻ്റെ ഫലം എത്രയോ കൂടുതലാണ്. സരളമായിട്ടുള്ള പ്രോസസ്സ്, അതിൻ്റെ ഫലം എത്രയോ കൂടുതലാണ്. മറ്റത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളായിട്ടുള്ള പ്രോസസ്സാണ്. മറ്റുള്ള യുഗങ്ങളിൽ അത്ര പെട്ടെന്ന് അതിൻ്റെ ഫലം കിട്ടില്ല. വളരെ ഈസി പ്രോസസ് ആൻഡ് വെരി ഗുഡ് റിസൾട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ അശ്രദ്ധ കാരണം, നമുക്ക് അതിനോട് രുചിയില്ലാത്ത കാരണം. എന്തുകൊണ്ട് രുചിയില്ല? നമ്മുടെ ലോവർ ടേസ്റ്റിൽ അതാണ് നമ്മൾ മുഴുകിയിരിക്കുന്നത്. അതാണ് എല്ലാം എന്ന് വിചാരിച്ച് ഒരു ഹയർ ടേസ്റ്റിന്റെ രുചി കിട്ടാത്ത കാരണം ഈ ലോവർ ടേസ്റ്റിൽ പിടിച്ചു നിൽക്കുകയാണ്. സോ ദീസ് 4 മെറ്റീരിയൽ മിസറീസ് ആർ കോൾഡ് ഭവരോഗ. എന്താണ് ഭവരോഗ? അതായത് ബർത്ത്, ഡെത്ത്, ഓൾഡ് ഏജ് ആൻഡ് ഡിസീസ്. ഇതാണ് ഭവരോഗ. സംസാരം. ഈ സംസാര സാഗരത്തിൽ കടന്ന് കളിക്കുകയാണ് നമ്മൾ. ഈ 4 പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഫോർ അനന്തകാലമായിട്ട്, അനാദികാലമായിട്ട് നമ്മൾ ഇതുകൂടെ കടന്നു പോകുന്നു. അറിയില്ല എത്ര കാലം ഇനിയും ഇതുകൂടെ ഈ ചക്രത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അപ്പം നമ്മൾ ഭക്തിയുത സേവനം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇത് എത്രത്തോളം കാലം ഇനിയും നീണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദേ ക്യാൻ ബി ക്യൂർഡ് ഓൺലി ബൈ കൃഷ്ണ കോൺഷ്യസ്നസ്. ദെയർഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബെനഡിക്ഷൻ ഫോർ യു. അപ്പൊ ഇതിന് ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ, ഒറ്റ മെഡിസിനേ ഉള്ളൂ. ഇതാണ് കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പൊ ഇത് മാത്രമാണ് നമുക്കൊരു അനുഗ്രഹം. എല്ലാറ്റിനുമായിട്ടുള്ള ഒരു മരുന്ന് മാത്രം.
എല്ലാറ്റിനുമുള്ള ഒരു മരുന്നാണ് എന്ത് കൃഷ്ണ കോൺഷ്യസ്, കൃഷ്ണാവബോധം. 98. ലോകഗതി देखी आचार्य करुणा हृदया विचार करे ना लोकेरा कैचे हिताया. लोकगति देखी आचार्य करुणा हृदया विचार करे ना लोकेरा कैचे हिताया. ഹരേ കൃഷ്ണ. ലോകഗതിദോ ദേഖി ആചാര്യ കരുണാ ഹൃദയ വിചാര കരേണ ലോകേര കൈചേ ഹിതഹായ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 98. ലോകഗതി ദേഖി ആചാര്യ കരുണ ഹൃദയ വിചാരകരേണ ലോകേര കൈച്ഛേഹിതഹയാം. വിവർത്തനം ബൈ എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ലോകത്തിന്റെ ഗതി കണ്ട ആചാര്യൻ അനുകമ്പാപൂർണനാവുകയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചു തുടങ്ങുകയും ചെയ്തു. ഹരേ കൃഷ്ണ. Very good. Seeing the activities of the world, the Acharya felt compassion and began to ponder how he could act for the people's benefit. അപ്പൊ അദ്വൈത ആചാര്യക്ക് വളരെ വളരെ വിഷമം തോന്നി. എല്ലാവരും ഈ സംസാര സാഗരത്തില് ഈ ജനന മരണ ചക്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അന്ത്യം അതില്ല. ഓക്കെ, അനാദികാലം മുതൽക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇവർക്ക് ബെനിഫിറ്റ് ആവുന്ന വിധത്തില് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തായി? കരുണ, ഇങ്ങനത്തെ ആൾക്കാരുടെ കരുണ തോന്നി. ആൻഡ് ബിഗൻ ടു പോണ്ടർ ഹൗ ഹി കുഡ് ആക്ട് ഫോർ ദ പീപ്പിൾസ് ബെനിഫിറ്റ്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ തുടങ്ങി. So this sort of serious interest in the welfare of the public makes one a bona fide acharya. നമുക്കറിയാം ശില പ്രഭുപാദനും അതേപോലെ അദ്ദേഹത്തിന്റെ ആ കാരുണ്യം, കമ്പാഷൻ കാരണമാണ് വൃന്ദാവനില് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ രാധാ ദാമോദർ ടെമ്പിളിലെ രൂപ ഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും എല്ലാ ഗോസ്വാമിമാരുടെയും ആശ്രയത്തില് നാമജപം ജപിച്ചിട്ട് സുഖമായിട്ട് ജീവിച്ചിരുന്ന ആ ശ്രീലപ്രഭുപാദ എല്ലാം വിട്ടിട്ട് പാശ്ചാത്യ ദേശത്തില്, മ്ലേച്ഛന്മാരുടെ ദേശത്തിൽ ചെന്നിട്ട് അവരെ ഉദ്ധരിക്കാൻ ശ്രമിച്ചു. കാരണം എന്താണ്? കമ്പാഷൻ അല്ലേ? അപ്പൊ ഇത് വൈഷ്ണവരുടെ ഇതാണ്. അവർക്ക് മറ്റുള്ളവരുടെ കമ്പാഷൻ, എത്ര തന്നെ സ്വയം ബുദ്ധിമുട്ടിയാലും ശരി, മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഈ കൃഷ്ണാവബോധം പകർന്നു കൊടുക്കണം, അവരെ എങ്ങനെയെങ്കിലും ഉദ്ധരിക്കണം. എത്ര തന്നെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും ശരി, അതാണ് അവരുടെ. അപ്പൊ ആ ഒരു കമ്പാഷൻ ഇവിടെ അദ്വൈതാചാര്യക്കും ഉണ്ടായി. സോ ദിസ് സോർട്ട് ഓഫ് സീരിയസ് ഇൻട്രസ്റ്റ് ഇൻ ദ വെൽഫെയർ ഓഫ് ദ പബ്ലിക് മേക്സ് വൺ എ ബോണഫൈഡ് ആചാര്യൻ. അങ്ങനെയാണ് ഒരു ബോണഫൈഡ് ആചാര്യൻ. ആ ഒരു കമ്പാഷൻ കാരണമാണ് നടക്കുന്നത്. An acharya does not exploit his followers. Since the acharya is a confidential servitor of the Lord, his heart is always full of compassion for humanity in suffering. മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല. സാധാരണ കലികാലത്തിലുള്ള സോ കോൾഡ് ഗുരുസ്, സ്യൂഡോ ഗുരുസ്, അവര് തൻ്റെ ഫോളോവേഴ്സിന്, തൻ്റെ ഡിസൈപ്പിൾസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. കാരണം അവരുടെ പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കുള്ള ആചാര്യം അങ്ങനെയല്ല. മറ്റുള്ളവരുടെ ദുഃഖം, പരാ ദുഃഖ ദുഃഖി, മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട്. അതുകൊണ്ടാണ് എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും അവര് മറ്റുള്ളവരുടെ ആ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. His heart is always full of compassion for humanity in its suffering. He knows that all suffering is due to the absence of devoted service to the Lord, and therefore he always tries to find ways to change people's activities, making them favorable for the attainment of devotion. That is the qualification of Acharya. അപ്പം അവർ ആചാര്യൻ, ശരിക്കുള്ള ആചാര്യൻ, ബോണഫൈഡ് സമ്പ്രദായത്തിൽ വരുന്ന ഒരു ആചാര്യൻ പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ ഉദ്ധരിക്കാം, എങ്ങനെ ഈ സംസാര സാഗരത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ സഹായിക്കാം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. Although Sri Advaita Prabhu himself was powerful enough to do the work, as a submissive servitor, he thought that without the personal appearance of the Lord, no one could improve the fallen conditions. അദ്വൈത ആചാര്യന് ഇവരെല്ലാം ഉദ്ധരിക്കാനുള്ള, നല്ല വഴിക്ക് നയിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ എങ്കിലും കൂടിയിട്ട് അദ്ദേഹം മനസ്സിലാക്കി ഭഗവാൻ സ്വയം ഇറങ്ങി വരാതെ ഇതിന് ഒരു വഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം
ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. In the grim clutches of Maya, the first class prisoners of this material world wrongly think themselves happy because they are rich, powerful, resourceful, and so on. ഇതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് നല്ല ജന്മം തന്നു, നല്ലൊരു കുലത്തിൽ ജന്മം തന്നു, നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട്, നല്ല മെറ്റീരിയൽ നോളജ് ഉണ്ട്, ഓക്കെ, ഇൻഫ്ലുവൻസ് ഉണ്ട്, സൗന്ദര്യമുണ്ട്, ഇതുകൊണ്ട് എപ്പോഴും ഞാൻ സന്തോഷവാനായിട്ട് ജീവിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ എല്ലാവരും മനസ്സിലുണ്ട് അല്ലേ. ഇതുകൊണ്ടൊന്നും നമുക്ക് സംതൃപ്തി കിട്ടില്ല, ആനന്ദം കിട്ടില്ല, ശാന്തി സമാധാനം കിട്ടില്ല. These foolish creatures do not know they are nothing but play dolls in the hands of material nature, and that at any moment material nature's pitiless intrigues can crush to dust all their plans for godless activities. Okay? ഇതെല്ലാവരും എൻ്റെ എല്ലാം ഉണ്ട്, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട്, എന്നേക്കും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണ. പക്ഷേ ഇത് പ്രഭാത പറയുന്നത് പ്രകൃതിയുടെ കയ്യിലുള്ള ബൊമ്മകളാണ് നമ്മളെന്ന് പറയുന്നത് അല്ലേ. പ്രകൃതിയുടെ കയ്യിലുള്ള ബൊമ്മകളാണ്, ഡോൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. ഇതൊക്കെ ഏത് സമയത്ത് ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് സ്നാച്ച് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം പൊടിയാക്കും, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ആ ശരണം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും ശരിക്കുള്ള ബുദ്ധി കലികാലത്തിൽ കുറവാണ്. Such foolish prisoners cannot see that however they improve their position by artificial means, the calamities of repeated birth, death, disease, and old age are always beyond the jurisdiction of their control. അപ്പൊ എത്ര തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തിലെ കംഫർട്ട്സും ഫെസിലിറ്റീസും കൂട്ടാൻ വേണ്ടി ശ്രമിച്ചാലും ശരി, അതൊക്കെ കിട്ടുമായിരിക്കാം, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ അതുകൊണ്ട് നമ്മളുടെ അൾട്ടിമേറ്റ് ആ പ്രോബ്ലംസ് സോൾവ് ആവുന്നില്ല അല്ലേ. അൾട്ടിമേറ്റ് പ്രോബ്ലം എന്താണ്? ജന്മമൃത്യു, ജരാവ്യാധി. ഇത് നമ്മളുടെ കൺട്രോളല്ല, ഇത് ഭഗവാന്റെ മേഴ്സിയാണ്. ഭഗവാൻ മാത്രമേ ഇതെന്ന് നമ്മളെ, അല്ലെങ്കിൽ ബോണഫൈഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി സുപ്രീം ലോർഡ്, ആചാര്യന്മാർക്ക്, ഗുരുജനങ്ങൾക്ക് മാത്രമേ ഇതെന്ന് നമ്മളെ കരകയറ്റാൻ പറ്റൂ. Foolish as they are, they neglect these major problems of life, busy themselves with false things that cannot help them solve their real problem. മിക്ക ആൾക്കാരും, എസ്പെഷ്യലി കലികാലത്തിൽ 99.99% ആൾക്കാരും എന്താണ്, ഇതാണ് ജീവിതം, ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, കംഫർട്ടബിൾ, ഭൗതിക സുഖത്തിൽ അതിന് മുഴുകി ജീവിക്കുക, ഇതാണ് ലൈഫ്. ഒരു ഗോൾ എന്താണ് ആർക്കും അറിയില്ല, ഡെസ്റ്റിനേഷൻ എന്താണ് ആർക്കും അറിയില്ല, റിയൽ പ്രോബ്ലംസ് ആർക്കും അറിയില്ല. ആ റിയൽ പ്രോബ്ലംസ് അറിയുന്ന ആൾക്കാർ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവർ തെറ്റായിട്ടുള്ള ആ ഒരു പാദ്യം സ്വീകരിക്കും. അപ്പൊ ഭഗവാന്റെ ഭഗവത് സേവനം എങ്ങനെ ചെയ്യണം കലികാലത്തില്, ഇത് അറിയാണ്ട് തെറ്റായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ടാവും. പ്രോബ്ലംസ് അറിയാം, ജന്മമൃത്യു, ജരാവ്യാധി, ഇതിൽ നിന്ന് നമ്മൾ കരകയറണം. പക്ഷെ ശരിക്കുള്ള ആ ഒരു പാത, ശരിക്കുള്ള ഒരു പാത്ത് നമുക്ക് മനസ്സിലാവില്ല ചില മിക്ക ആൾക്കാർക്കും. സോ ദേ നോ ദാറ്റ് ദേ ഡു നോട്ട് വാണ്ട് ടു സഫർ ഡെത്ത് ഓർ പാങ്സ് ഓഫ് ഡിസീസ് and old age, but under the influence of the illusory energy, they are grossly negligent and therefore do nothing to solve their problems. This is called Maya. ഇപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവർ നെഗ്ലക്റ്റ് ചെയ്യും. ഇതാണ് മായ. മായ പിടികൂടിയാൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ആ വിവേക ബുദ്ധി പോവും. എന്തിനാണ് നമ്മളുടെ ലക്ഷ്യം, എന്താണ് ഈ മനുഷ്യ ജന്മത്തില് നമ്മൾ എന്താണ്, നമുക്ക് എന്ത് കിട്ടണം, എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം, ഗോൾ, ഡെസ്റ്റിനേഷൻ, ഇതെല്ലാം നമ്മൾ മറന്ന് താൽക്കാലികമായിട്ടുള്ള സുഖ സൗകര്യത്തിന്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ് ചെയ്യുന്നത്. പീപ്പിൾ ഹെൽഡ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് മായ ആർ ത്രോൺ ഇൻ ടു ഒബ്ലിവിയൻ ആഫ്റ്റർ ഡെത്ത്, ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദെയർ കർമ്മ ഇൻ ദ നെക്സ്റ്റ് ലൈഫ് ദേ ബിക്കം ഡോഗ്സ് ഓഫ് ഗോഡ്സ്, although most of them become dogs. അപ്പൊ നമ്മളുടെ കർമ്മത്തിന്റെ അനുസരിച്ചിട്ട് ഈ ജന്മം കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ആനിമൽ ലൈഫോ അല്ലെങ്കിൽ ഈവൻ ദേവതമാരുടെ ലൈഫോ ഉപരിലോകങ്ങളിൽ, സ്വർഗലോകങ്ങളിൽ പോയിട്ട് കൂടുതൽ
ആസ്വദിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയേക്കാം. ഇല്ലേ? പക്ഷെ കൂടുതൽ ആൾക്കാർ എന്താണ്, ദേ വിൽ ഗ്ലൈഡ് ഡൗൺ ടു ലോവർ സ്പീഷീസ്, താഴെയുള്ള അനിമലിസ്റ്റിക് ലൈഫിലേക്ക് പോകും. അല്ലേ? മൃഗങ്ങളാവാം, പക്ഷികളാവാം, വൃക്ഷങ്ങളാവാം, കൃമികീടങ്ങളാവാം. മിക്ക ആൾക്കാരും, കാരണം എല്ലാവരും, കൂടുതൽ ആൾക്കാരും പാപകർമ്മങ്ങളിൽ ഏറ്റിട്ടാണ്. പുണ്യകർമ്മങ്ങൾ വളരെ കുറവേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും പാപകർമ്മം. അപ്പൊ ഈ കലിയുഗത്തില് ഈ 4 നിയമങ്ങൾ ബ്രേക്ക് ചെയ്യാത്ത ആൾക്കാർ കുറവായിരിക്കും. അല്ലേ? നമ്മളുടെ എന്തെങ്കിലും സുഹൃതം കാരണം പ്രഭുപാദ അതേപോലുള്ള ആചാര്യന്മാരുടെ ആ ഒരു മേഴ്സി, അനുകമ്പ കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇൻ ട്രൂത്ത് നമ്മൾ എത്രത്തോളം അത് പ്രാബല്യത്തിൽ കൊണ്ടിരുന്നു, അത് ഓരോരുത്തരുടെ കഴിവും ആഗ്രഹം അനുസരിച്ചിരിക്കും. So they must engage in the devotion service of the Supreme Personality of Godhead. Otherwise, they are sure to become dogs or hogs in terms of the laws of nature. പ്രകൃതി നിയമത്തിനനുസരിച്ചിട്ട് നമ്മളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ദേഹങ്ങളും പ്രകൃതി തന്നെ നമുക്ക് സമ്മാനിക്കും. The third class prisoners, being less materially opulent than the first class prisoners, endeavor to imitate them, for they also have no information of the real nature of their imprisonment. അപ്പോൾ ഇതിലും നമ്മളെല്ലാം പ്രിസണേഴ്സ് ആണ്, അല്ലേ? ചില ആൾക്കാർക്ക് സ്വർണം കൊണ്ടുള്ള പ്രിസണാണ്, ചില ആൾക്കാർക്ക് സിൽവർ കൊണ്ട്, ചില ആൾക്കാർക്ക് കോപ്പർ കൊണ്ട്, അങ്ങനെയാണ് പ്രിസൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലേ? പക്ഷെ എല്ലാവരും പ്രിസണിലാണ്. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയാലും ശരി, വെള്ളി കൊണ്ടുണ്ടാക്കിയാലും ശരി, കോപ്പർ കൊണ്ടുണ്ടാക്കിയാലും ശരി, എല്ലാവരും പ്രിസണിലാണ്. എല്ലാവരും ബിഹൈൻഡ് ദ ബാർസ്, എല്ലാവരും കൺഫൈൻ ടു മെറ്റീരിയൽ വേൾഡ്. ഇപ്പോൾ ചില ആൾക്കാർ നല്ല ഐശ്വര്യങ്ങളുണ്ട്, നല്ല പണം ഉണ്ടാവും, എല്ലാ ഭൗതികതയുള്ള ഐശ്വര്യങ്ങളുണ്ടാവും. അവരൊക്കെ ഗോൾഡൻ കേജിലാണ്, ഗോൾഡൻ പ്രിസണുണ്ട്. ചില ആൾക്കാർക്ക് അത്രയില്ല, അവർ സിൽവർ. ചില ആൾക്കാർ ഒട്ടുമില്ല, അവർ കോപ്പർ. പക്ഷെ എങ്കിലും എല്ലാവരും യെസ് മാതാജി. അപ്പൊ എല്ലാവരും ചുരുക്കത്തില് ദേ ആർ കൺഫൈൻഡ് ടു ദ പ്രിസൺ. നമ്മൾ കാണുന്ന ഈ ചെറിയ പ്രിസൺ അല്ല, ഒരു രാജ്യത്തില് ഒരു പ്രിസൺ ഉണ്ടായിരിക്കും, അല്ലേ? അതായത് കുറ്റവാളികളെ അടയ്ക്കുന്ന. നമ്മളുടെ പ്രിസൺ കുറച്ച് വലിയ പ്രിസണാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലേക്ക് എവിടെ വേണമെങ്കിൽ പോവാം, ആ ഫ്രീഡം ഉണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് പോകാനുള്ള പാസ്പോർട്ട് മിസ്സിംഗ് ഉണ്ട്, ആ ഒരു ഫ്രീഡം ഇല്ല. എങ്ങനെ ഒരു പശുവിൻ്റെ കഴുത്തിലെ കയറിൻ്റെ നീളം, ആ ഒരു നീളത്തിൻ്റെ ഒരു ഫ്രീഡമുള്ളൂ ആ പശുവിന്, അല്ലേ? ഒരു പശുവിനെ കയറ് കെട്ടി ഒരു മരത്തിൽ കെട്ടിയിട്ടാൽ ആ കയറിൻ്റെ നീളം എന്താണ്, അത്ര ഫ്രീഡമുള്ളൂ ആ പശുവിന്. പക്ഷെ നമുക്ക് ഫ്രീഡം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലുള്ള നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, ഇന്ത്യയിൽ എവിടെ പോകാനുള്ള ഫ്രീഡം ഉണ്ട്. അതിനപ്പുറം പോകണമെങ്കിൽ മറ്റു രാജ്യത്തിൻ്റെ വിസയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേറ്റർ ഫ്രീഡം ഉണ്ട്, പശുവിൻ്റെ പോലെയല്ല. പക്ഷെ എങ്കിലും വി ആർ കൺഫൈൻഡ് ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കയറാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം, ലോവർ പ്ലാനറ്റ് സിസ്റ്റം, അപ്പർ പ്ലാനറ്റ്, ഇവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നല്ലെങ്കിൽ ഹയർ, മിഡിൽ ഓർ ലോവർ. പക്ഷെ ഇതിന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഡിവോഷൻ സർവീസ്. അതല്ലാണ്ട് നമുക്ക് പറ്റില്ല. എന്ത് നല്ല ഭൗതിക തലത്തിലുള്ള പുണ്യം ചെയ്താലും ശരി, നമുക്ക് ഉപരി ലോകങ്ങളിൽ പോകാന്നല്ലാണ്ട് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അപ്പുറത്ത് പോകാൻ പറ്റില്ല. അപ്പൊ ഇതിലും ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും ഒക്കെ ഉണ്ട് പ്രിസണേഴ്സ്. നമ്മളിൽ ചിലർ ഫസ്റ്റ് ക്ലാസ് പ്രിസൺ ആയിരിക്കാം, ചിലർ സെക്കൻഡ് ആയിരിക്കാം, ചിലർ തേർഡ് ആയിരിക്കാം. പക്ഷെ എല്ലാവരും പ്രിസണിലാണ്, ഇത് മറക്കരുത്. So this endeavor makes him a very dear devotee of the Lord, who says clearly in the Bhagavad Gita that no one in human society is dearer to him than a devotee who constantly engages in his service by finding ways to preach the message of Godhead for the real benefit of the Lord. ചൈതന്യ ഭഗവത്ഗീതയിലെ 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡിവോട്ടി ആരാണ്, ഭക്തൻ ആരാണ്, എൻ്റെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഡിവോട്ടിയാണ് ഏറ്റവും നല്ല ഡിവോട്ടി, പ്രിയമായിട്ടുള്ള ഡിവോട്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതാണ്. അല്ലാതെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തം താല്പര്യത്തിന്, സ്വന്തം ഇന്ദ്രിയഭോഗത്തിന് പ്രയത്നിക്കുന്ന ആളല്ല. നേരെ മറിച്ച് സെൽഫ്ലെസ്ലി
മറ്റുള്ളവർക്ക് എൻ്റെ ഈ നിർദ്ദേശം, എന്ത് സന്ദേശം എത്തിച്ചു കൊടുക്കുക, അവരെയും കൂടിയും ഉദ്ധരിക്കാൻ ശ്രമിക്കുക. ഇവിടുന്ന് ഈ ജനന ചക്രത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുന്ന ഒരു ഡിവോട്ടിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡിവോട്ടി എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. The so-called acharyas of the age of Kali are more concerned with exploiting the resources of their followers than mitigating their miseries. But Sri Advaita Prabhu, as an ideal acharya, was concerned with improving the condition of the world situation. പ്രബോധ പറയുന്നത് the so-called acharyas. എന്താണ് സോ കോൾഡ് ആചാര്യ എന്ന് പറഞ്ഞാൽ? പേരിന് മാത്രം ആചാര്യ, പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? സ്വന്തം ഇന്ദ്രിയഭോഗം, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക. പക്ഷെ ശരി, അദ്വൈത ആചാര്യ അങ്ങനത്തെ ഒരു ആചാര്യനല്ല എന്നാണ് പറയുന്നത്. ദ സോ കോൾഡ് ആചാര്യസ് ഓഫ് ദി ഏജ് ഓഫ് കലിയുഗത്തിൽ അങ്ങനെ ഒരുപാട് സോ കോൾഡ് ആചാര്യ, സൂഡോ ആചാര്യന്മാരുണ്ടായിരിക്കും. അവരുടെ ഗ്രിപ്പിൽ ചെന്നുപെട്ടാൽ പോയി, അവരുടെ വലയത്തിൽ നമ്മൾ ചെന്നുപെട്ടാൽ നമ്മളുടെ ജീവിതം മുഴുവനെ പാഴായി നടത്തും. അപ്പൊ ശരിക്കുള്ള ബോണഫൈഡ് സമ്പ്രദായ, ഓഥന്റിക് സമ്പ്രദായത്തിൽ വരണം, നല്ലൊരു ഗുരുവിനെ കിട്ടണം, അതിന് നമ്മൾ സുഹൃതം ചെയ്യണം. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ആ ഒരു ബോണഫൈഡ് സമ്പ്രദായത്തിലെ ഒരു ബോണഫൈഡ് ഗുരുവിന്റെ ശിഷ്യനായിട്ട് നമുക്കിവിടെ ഭക്തിയുത സേവനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്ന അവർ ശരിക്കും ഭഗവാന്റെ അതേപോലെ ഗുരുജനങ്ങളുടെ കൃപാകടാക്ഷമുണ്ട്, അനുഗ്രഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ അങ്ങനെ സൂഡോ ആചാര്യന്മാരുടെ കീഴിലാണെന്ന് വെച്ചാൽ ഈ ജീവിതം തന്നെ ഒരു പാഴായി എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. അദ്വൈത പ്രഭു ആസ് എൻ ഐഡിയൽ ആചാര്യ വാസ് കൺസേൺ വിത്ത് ഇംപ്രൂവിങ് ദ കണ്ടീഷൻ ഓഫ് ദ വേൾഡ് സിറ്റുവേഷൻ. ഭൗതിക ലോകത്തിലത്തെ സിറ്റുവേഷൻ തന്നെ അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതാചാര്യ ഇത്രയും പരിശ്രമിച്ചത്. 99. आपनी श्री कृष्ण यदि करेना अवतारा, आपने आचार्य भक्ति करेना प्रचारा. आपनी श्री कृष्ण यदि करेना अवतारा, आपने आचार्य भक्ति करेना प्रचारा. हरे कृष्ण. आपने श्री कृष्ण यदि करेन अवतार, आपने आचार्य भक्ति करेन प्रचार. हरे कृष्ण. Thank you, Mansi. ഹരേ കൃഷ്ണ. ശ്ലോകം 99. ആപനെ ശ്രീകൃഷ്ണ യദി കരേന അവതാര, ആപനെ ആചാര്യ ഭക്തി കരേന പ്രചാര. വിവർത്തനം ബൈ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അദ്വൈതാചാര്യൻ ചിന്തിച്ചു, ശ്രീകൃഷ്ണൻ ഒരവതാരമായി പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ നിന്ന് സ്വയം ആചരിച്ച് ഉദാഹരണം കാട്ടിക്കൊണ്ട് ഭക്തി പ്രചാരം ചെയ്യാൻ കഴിയും. ഹരേ കൃഷ്ണ. Very good. Advaita Acharya thought, if Sri Krishna were to appear as an incarnation, he himself could preach devotion by his personal example. Okay. അപ്പൊ അദ്വൈത ആചാര്യൻ എന്താണ് ചിന്തിച്ചത്? ഭഗവാൻ സ്വയം ഇവിടെ ഒരു അവതാരമായിട്ട് വന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു റോൾ മോഡൽ എക്സാമ്പിൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് പ്രീച്ചിങ് ചെയ്യാൻ പറ്റും, അവരെ ഡിവോട്ടീസ് ആക്കാൻ പറ്റും. സോ ഹി വിൽ സെറ്റ് ബൈ ഹിസ് പേഴ്സണൽ എക്സാമ്പിൾ എങ്ങനെ ഭക്തി ചെയ്യണം എന്ന് അദ്ദേഹം സ്വയം കാണിച്ചു തരും. അതാണ് അദ്ദേഹം അതായത് അദ്വൈത ആചാര്യൻ ആലോചിച്ചത്, ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ സ്വയം അവതരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സ്വയം ഭക്തനായിട്ട് ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവിടെ അവതരിച്ചു, അല്ലെ? എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്. ടെക്സ്റ്റ് 100. നാമവീനു കലി കാലേ ധർമ്മ നഹി ആര, കലി കാലേ കാഴ്ച ആയേ കൃഷ്ണ അവതാര. നാമവീനു കലി കാലേ ധർമ്മ നഹി ആര, കലി കാലേ കാഴ്ച ആവേ കൃഷ്ണ അവതാര. हरे कृष्णा. नाम विनु काले काले धर्म नाही आरा, काले काले कैचे भावे कृष्ण अवतारा. हरे कृष्णा. हरे कृष्ण. नाम विनु कलि काले धर्म नाही आरा, काली काले कैचे हवे कृष्ण अवतार. विवर्तन बाय श्रीला प्रभुपाद. जय श्रीला प्रभुपाद.
ഈ കലിയുഗത്തിൽ ഭഗവാന്റെ ദിവ്യനാമങ്ങളുടെ കീർത്തനമല്ലാതെ മറ്റൊരു ധർമ്മവുമില്ല. പക്ഷേ ഈ യുഗത്തിൽ ഭഗവാൻ എങ്ങനെ ഒരവതാരമായി പ്രത്യക്ഷപ്പെടും? ഹരേ കൃഷ്ണ. In this age of Kali, there is no religion other than the chanting of the holy name of Lord. But how in this age will the Lord appear as an incarnation? അദ്വൈതാചാര്യ ആലോചിക്കുകയാണ്. അതായത് ഈ കലിയുഗത്തില് നാമമല്ലാതെ, നാമജപമല്ലാതെ, ഭഗവാൻ തന്നെ പറയുന്നില്ല ഭഗവത്ഗീതയില്, യജ്ഞാനാം ജപയജ്ഞോസ്മി. എല്ലാ യജ്ഞങ്ങളിലും വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം എന്താണ്? ജപയജ്ഞമാണ്, അല്ലെ? അപ്പോ ഈ കലികാലത്തില് നാമം അല്ലാണ്ട് വേറൊന്നുമില്ല, വേറൊരു ധർമ്മമില്ല. പക്ഷേ ഹൗ ഇൻ ദിസ് ഏജ് വിൽ ദ ലോർഡ് അപ്പിയർ ആസ് എൻ ഇൻകാർണേഷൻ? എങ്ങനെയാണ് ഭഗവാൻ ഒരു അവതരമായിട്ട് ഈ യുഗത്തിൽ അവതരിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ശുദ്ധഭാവേ കരീബേ കൃഷ്ണേരാരാധന നിരന്തര സദൈന്യേ കരീബേ നിവേദന. ശുദ്ധഭാവേ കരീബ കൃഷ്ണേരാരാധന നിരന്തര സദൈന്യേ കരീബ നിവേദന. ഹരിബോൾ. ഹരേ കൃഷ്ണ. ശുദ്ധഭാവേ കരീബ കൃഷ്ണരാരാധന നിരന്തര സദൈന്യേ കരീബ നിവേദന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 91. ശുദ്ധഭാവേ കരീബ കൃഷ്ണേര ആരാധന നിരന്തര സദ്യനെ കരീബ നിവേദന. വിവർത്തനം ബൈ എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പരിശുദ്ധ ഭാവത്തിൽ ഞാൻ കൃഷ്ണനെ ആരാധിക്കാം. വിനയപൂർവ്വം ഞാൻ നിരന്തരം അവിടെ നിന്നോട് അപേക്ഷിക്കും. ഹരേ കൃഷ്ണ. I shall worship Krishna in a purified state of mind. I shall constantly petition him in humbleness. അപ്പോ എന്താണ് അദ്വൈതാചാര്യ? I shall worship Krishna in a purified state of ആ ഒരു ശുദ്ധ പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്സിൽ ഭഗവാനെ പ്രാർത്ഥിക്കാം. എന്നിട്ട് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കാം നിരന്തരമായിട്ട്, വളരെ വിനമ്രതയോടുകൂടി അവതരിക്കാൻ വേണ്ടിയിട്ട്. ഈ കലികാലത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അവതരിക്കണം എന്നുള്ള അപേക്ഷ ചെയ്യാം എന്നാണ് പറയുന്നത്. ആനീയ കൃഷ്ണേരേ കരുൺ കീർത്തന സഞ്ചാരാം താപേസെ അദ്വൈത നാമ സഫലാമാരാം. ആനീയ കൃഷ്ണേരേ കരുൺ കീർത്തന സഞ്ചാരാം താപേസെ അദ്വൈത നാമ സഫലാമാരാം. ഹരേ കൃഷ്ണ. ആനീയ കൃഷ്ണരേ കരുൺ കീർത്തന സഞ്ചാര തപേസെ അദ്വൈത നാമ സഫല അമര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആനീയ കൃഷ്ണേരെ കീർത്തന സഞ്ചാര താപേസെ അദ്വൈത നാമ സഫല അമാര. വിവർത്തനം. നാമസങ്കീർത്തന പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുന്നതിന് കൃഷ്ണനെ പ്രേരിപ്പിക്കാൻ എനിക്ക് സാധിച്ചാൽ അദ്വൈതൻ എന്ന നാമം എനിക്ക് അനുയോജ്യമാകും. ഹരേ കൃഷ്ണ. My name Advaita will be fitting if I am able to induce Krishna to inaugurate the moment of the chanting of the holy name. Advaita Acharya Advaita Advaita Randanda will be fitting if I am able to induce Krishna to inaugurate the moment of the chanting of the name. ഭഗവാനെ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാൻ, ഭഗവാനെ അങ്ങനെ പ്രേരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ എന്തിവിടെ സഹായിക്കും? ഭഗവാൻ ഇവിടെ അവതരിച്ച് നാമസങ്കീർത്തന യജ്ഞം ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുവരെ നാമസങ്കീർത്തന യജ്ഞം നാമം ചെല്ലുണ്ടായിരുന്നു. പക്ഷെ ഈ കലികാലത്തിലെ യജ്ഞം അതാണ് നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റാനുള്ള ഏക മരുന്ന്, ഏക മെഡിസിൻ ഇതാണെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും നാമം പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനായിരുന്നു? തൻ്റെ ഭൗതിക സുഖത്തിനായിരുന്നു. ഭഗവാന്റെ പ്രീതിക്കല്ല, നമ്മളുടെ അവനവന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്തും ഉണ്ട് അല്ലെ, ഭഗവാന്റെ നാമം ചെല്ലുന്നു, ഭഗവാനെ ആരാധിക്കുന്നു, എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ഭഗവാനുള്ള പ്രീതി കൊണ്ടല്ല. ഇവിടെ സെൽഫ്ലെസ് ആയിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മളെ എന്താണ് പറയുന്നത്? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ അഹൈത്തുകി അപ്രതിഹത ഏ ആത്മാസുഖ. അഹൈത്തുകി അപ്രതിഹത. ഒരു ഹേതു പാടില്ല, ഒരു എക്സ്പെക്ടേഷൻ പാടില്ല, ഒരു മെറ്റീരിയൽ മോട്ടിവേഷൻ പാടില്ല. അപ്രതിഹത. കോൺസ്റ്റന്റ്ലി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി. ഭഗവാന് പ്രീതി, അതാണ്
നമ്മളുടെ ഭൗതിക ലാഭമല്ല അവിടെ നോക്കുന്നത്. ഇവിടെ അദ്വൈതാചാര്യൻ അതന്നെ ആലോചിക്കുന്നത്. അത് നാമസങ്കീർത്തനം, ആ യജ്ഞം ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യണം കലികാലത്ത്. അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ദ നോൺ ഡുവലിസ്റ്റ് Mayavadi philosopher falsely believes that he is non-different from the Lord, is unable to call him like Advaita Prabhu. അദ്വൈതാചാര്യൻ ആചാര്യൻ വിളിക്കുന്ന പോലെ ഒരു മായാവാദി ഫിലോസഫർക്ക് ഭഗവാനെ വിളിക്കാൻ പറ്റില്ല. കാരണം മായാവാദികൾ എന്താണ്? അവര് മോണിസ്റ്റിക് തിയോളജിയാണ് അവരുടെ. അത് ഞാൻ ഭഗവാനും തമ്മിൽ ബന്ധമില്ല, ഞാൻ ഭഗവാനാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരെയും നാരായണ എന്ന് സംബോധന ചെയ്യുന്നത്. അന്യോന്യം പരസ്പരം കാണുമ്പോൾ നാരായണ നാരായണ എന്ന് പറയുന്നു. കാരണം അങ്ങും നാരായണൻ, ഞാനും നാരായണൻ. അത് റിയലൈസ് ആവാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ ക്ലേശങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്നത്. ഇത് വൺസ് യു റിയലൈസ് ദാറ്റ് യു ആർ നാരായണ, ഐ എം നാരായണ, വിൽ ബി ലിബറേറ്റഡ്. അപ്പോൾ ദ നോൺ ഡ്യുവലിസ്റ്റ് മായാവാദി ഫിലോസഫർ falsely believes that he is non-different from Lord. ഭഗവാനിൽ വ്യത്യസ്തമല്ല. അവർക്ക് അദ്വൈത ആചാര്യനെ പോലെ വിളിക്കാൻ പറ്റില്ല, അപേക്ഷിക്കാൻ പറ്റില്ല. അദ്വൈത പ്രഭു is non-different from the Lord, yet in his relationship with the Lord he does not merge with him but eternally renders service unto him as a friend. അദ്വൈത ആചാര്യ, അദ്വൈത പ്രഭു ഭഗവാന്റെ തന്നെ ഇൻകാർണേഷൻ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരിക്കലും ഭഗവാനായിട്ട് ലയിക്കില്ല എന്നുള്ള തത്വം വളരെ നന്നായിട്ട് അറിയാം. മായാവതികൾ അങ്ങനെയല്ല. അതാണ് പ്രവാദ സ്പെസിഫിക്കലി നോൺ ഡ്യുവലിസ്റ്റ് മായാവാദി ഫിലോസഫർ. അവരെന്താണ് ഈ ഇതിന് അവർക്ക് ഭഗവാന്റെ ആ രൂപമില്ല, ഭഗവാനുള്ള വിശേഷണങ്ങളില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ഗുണമില്ല, നിർഗുണം, നിരാകാരം, നിർവിശേഷം എന്നുള്ളൊരു ഫിലോസഫി. അവർക്ക് അവസാനം ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുക എന്നുള്ള ആ ഒരു തത്വം മാത്രമേ അറിയുള്ളൂ. ഭഗവാനെ സേവിക്കണം, ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഭഗവത് സേവനമാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ, ഭഗവത് പ്രീതിയാണ് അൾട്ടിമേറ്റ് ഗോൾ, അത് അവർക്ക് അറിയില്ല. സോ his relationship with the Lord, he does not merge with him but eternally renders service unto him as a plenary portion. This is inconceivable for Mayavadis because they think in terms of mundane perception and therefore think that non-dualism necessitates losing one's separate identity. It is clear from this verse, however, that Advaita Prabhu, although retaining his separate identity, is non-different from the Lord. Advaita Acharyan ഭഗവാന്റെ എക്സ്പാൻഷൻ ആണ്, ഇൻകാർണേഷൻ ആണ്. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ഹി വാണ്ട്സ് ടു സെർവ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഭഗവാനെ സേവിക്കണം, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാനിലേക്ക് ചെന്ന് ലയിക്കണമെന്നുള്ള ഒരു ആഗ്രഹമില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു preached the philosophy of inconceivable simultaneous oneness with the Lord and differential. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രഹ്മ മാധവ ഗൗഡി സമ്പ്രദായത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ സിദ്ധാന്തം എന്താണ്? അചിന്ത്യ ഭേദ അഭേദ തത്വം. ഇൻകൺസീവബിൾ സൈമുൾട്ടേനിയസ് വൺനെസ് വിത്ത് ദ ലോർഡ് ആൻഡ് ഡിഫറൻസ് ഫ്രം. എന്താണ് വൺനെസ്? ഇൻ ക്വാളിറ്റി നമ്മളെല്ലാം ഭഗവാനെ പോലെ തന്നെ സച്ചിദാനന്ദമാണ്. ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഭഗവാനെ പോലെയല്ല. വി ആർ ഇൻഫിനിറ്റിസിമൽ. പ്രഭുപാദർ ലാംഗ്വേജിൽ പറയാം, ഭഗവാൻ ഈസ് ഇൻഫിനിറ്റ്. നമ്മൾ ചെറിയൊരു അംശം മാത്രമാണ്. ഭഗവാന്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്, ബട്ട് നോട്ട് ഇൻ ക്വാണ്ടിറ്റി. ഇതാണ് അചിന്ത്യ ഭേദ അഭേദ തത്വം ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. Conceivable dualism and monism are conceptions of the imperfect senses which are unable to reach the transcendence because the transcendence is beyond the conception of limited potency. Conceivable dualism, monism എന്താണ്? ഇംപെർഫെക്റ്റ് സെൻസിന്റെ ഒരു കൺസെപ്ഷൻ മാത്രമാണ്. ഡുവലിസം ആൻഡ് മോണിസം രണ്ടും. യെസ്, ട്രാൻസെൻഡ് ഇസ് ബിയോണ്ട് ദ കൺസെപ്ഷൻ ഓഫ്. നമ്മളുടെ
സെൻസസിന് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത അപ്പുറത്താണത്. The actions of Sri Advaita Prabhu, however, give tangible proof of inconceivable non-dualism. One who therefore surrenders unto Sri Advaita Prabhu can easily follow the philosophy of inconceivable simultaneous dualism and monism. Okay. അപ്പോൾ അദ്വൈത പ്രഭുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈസിലി ഫോളോ ദ ഫിലോസഫി ഓഫ് ഇൻകൺസിബിൾ സൈമിൾട്ടേനിയസ് ഡ്യുവലിസം. രണ്ടുമാണ്, ഒന്നുമാണ്. എന്താണ് ഒന്ന്? സച്ചിദാനന്ദമായിട്ടുള്ള ക്വാളിറ്റിയിൽ നമ്മളെല്ലാം ഒന്നാണ്. ഡ്യുവൽ എന്താണ്? അതായത് ഇൻ ക്വാണ്ടിറ്റി വി ആർ ഡിഫറെൻറ്റ്. അതാണ് അചിന്ത്യ ഭേദ അഭേദ തത്വം. ഇത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രഭുപാദ പർപ്പോട്ടിൽ വളരെ ക്ലാരിറ്റിയോടെ ടൈം ആൻഡ് അഗെയിൻ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പർപ്പോട്ടിലും ഇത് വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ? ഒരു തുള്ളി വെള്ളം, ഒരു സാഗരം മുഴുവൻ. ആ വെള്ളത്തിൻ്റെ ആ ഇത് പ്രോപ്പർട്ടീസ് അതെന്താ എല്ലാം സെയിം ആണ്, ദ ഹോൾ ഓഷ്യൻ്റെ. പക്ഷെ ഇൻ ക്വാണ്ടിറ്റി ഓഷ്യനും ഇൻ ക്വാണ്ടിറ്റി വൺ ഡ്രോപ്പും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെയാണ് സൂര്യൻ്റെ കംപ്ലീറ്റ് ആ പ്ലാനറ്റിൽ സൂര്യൻ്റെ കംപ്ലീറ്റ് എഫ്ലജൻസും 1 റേയുടെ എഫ്ലജൻസും എങ്ങനെയാണ്? രണ്ടും ഹീറ്റ് ആൻഡ് ലൈറ്റ് തരുന്നു. സൂര്യൻ്റെ ഹോൾ ഇതും ഹീറ്റ് ആൻഡ് ലൈറ്റ് തരുന്നു. പക്ഷെ ഒരു രശ്മി, ഒരു റേ എന്താണ് നമുക്ക് തരുന്നത്? പക്ഷെ സൂര്യഭഗവാന്റെ കംപ്ലീറ്റ് എന്താണ് തരുന്നത്? അതിനുള്ള വ്യത്യാസമാണ് ഈ അചിന്ത്യ ഭേദ അഭേദ തത്വം. അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ? മറ്റുള്ള അദ്വൈത ഫിലോസഫി അതിനെ റിഫൈൻ ചെയ്തു. രാമാനുജാര്യ വിശിഷ്ടാദ്വൈതം, പിന്നെ മാധവാചാര്യ അതിനെ വീണ്ടും റിഫൈൻ ചെയ്തു. എന്ത് ചെയ്തു? ശുദ്ധദ്വൈതം കൊടുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭു നമുക്ക് അചിന്ത്യ ഭേദ അഭേദ തത്വം നമുക്ക് പറഞ്ഞു തന്നു. ഫൈനൽ റിഫൈൻമെന്റ് അവിടെ ചൈതന്യ മഹാപ്രഭു തന്നു. ഹരേ കൃഷ്ണ. സോ 103 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णवी की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदे। हरि हरि हरे कृष्ण।